എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026 14-ാം പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസും ഗുജറാത്ത് ടൈറ്റൻസും ഡൽഹിയുടെ തട്ടകത്തിൽ നേർക്കുനേർ വന്നപ്പോൾ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് കാണികളുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്ന കാഴ്ചകൾക്കാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിന്റെ ഗാലറികൾ നീലയും ഓറഞ്ചും വർണ്ണങ്ങളാൽ ഒരു ജീവനുള്ള സമുദ്രം പോലെ അലയടിക്കുകയായിരുന്നു. ഒരു വശത്ത് സ്വന്തം തട്ടകത്തിൽ സിംഹഗർജനം മുഴക്കാൻ ഡൽഹി ക്യാപിറ്റൽസിന്റെ നായകൻ അക്ഷർ പട്ടേൽ, മറുവശത്ത് ഈ കോട്ടക്കൊത്തളങ്ങൾ കീഴടക്കാൻ മുൻ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസും. ഡൽഹിയിലെ ചെറിയ ബൗണ്ടറികളും വൈകുന്നേരങ്ങളിലെ മഞ്ഞുവീഴ്ചയും കണക്കിലെടുത്ത് ടോസ് നേടിയ ഡൽഹി നായകൻ അക്ഷർ പട്ടേൽ ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ അമ്പയർമാർ കളി തുടങ്ങാൻ വിസിൽ ഊതിയ നിമിഷം മുതൽ ഗുജറാത്തിന്റെ തുടക്കം ഒരു ശാന്ത സമുദ്രം പോലെയായിരുന്നില്ല, മറിച്ച് പൊട്ടിത്തെറിക്കാൻ വെമ്പുന്ന ഒരു സജീവ അഗ്നിപർവ്വതം പോലെയായിരുന്നു. ഗുജറാത്തിനായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രിൻസ് എന്നറിയപ്പെടുന്ന നായകൻ ശുഭ്മാൻ ഗില്ലും തമിഴ്നാടിന്റെ സ്വന്തം അഭിമാനവും മികച്ച ഫോമിൽ കളിക്കുന്ന പ്രതിഭാശാലിയായ സായ് സുദർശനും കളത്തിലിറങ്ങി. ഡൽഹിക്കായി ആദ്യ ഓവർ എറിയാനെത്തിയത് ടീമിന് മികച്ച തുടക്കം നൽകാൻ ചുമതലപ്പെട്ട മുകേഷ് കുമാറായിരുന്നു. മുകേഷ് എറിഞ്ഞ ആദ്യ പന്ത് തന്നെ അല്പം ഷോട്ടും ലെഗ് സ്റ്റംപ് ലൈനിലുമായിരുന്നു. തന്റെ കൈക്കുഴയുടെ മാന്ത്രികത കാട്ടി വളരെ മനോഹരമായി സായ് സുദർശൻ ആ പന്തിനെ മിഡ് വിക്കറ്റ് ബൗണ്ടറി കടത്തിക്കൊണ്ട് സ്കോറിംഗ് ആരംഭിച്ചു. മൂന്നാമത്തെ പന്തിൽ മുകേഷ് തിരിച്ചുവരാൻ ശ്രമിച്ചെങ്കിലും പുറത്തേക്ക് പോയ ആ പന്തിൽ ഗിൽ തന്റെ ബാക്ക് ഫുട്ട് ഉപയോഗിച്ച് ഒരു ക്ലാസിക് സ്ക്വയർ ഡ്രൈവിലൂടെ അതിമനോഹരമായ ഒരു ബൗണ്ടറി നേടി. ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നഷ്ടമില്ലാതെ 9 റൺസ് നേടിയ ഗുജറാത്ത് തങ്ങളുടെ നയം വ്യക്തമാക്കി. രണ്ടാം ഓവറിൽ ദക്ഷിണാഫ്രിക്കൻ പേസർ ലുങ്കി എങ്കിഡി പന്തെറിയാനെത്തിയപ്പോഴും ഈ ആവേശം തുടർന്നു. എങ്കിഡിയുടെ ഒരു ഓവർ പിച്ച് പന്തിൽ എക്സ്ട്രാ കവറിലൂടെ പായിച്ച മനോഹരമായ ക്രീംഡ് ഡ്രൈവ് ഡൽഹി നായകൻ അക്ഷർ പട്ടേലിന്റെ മുഖത്ത് ആശങ്ക പടർത്തി. എന്നാൽ ഡൽഹിയുടെ കാത്തിരിപ്പ് അധികം നീണ്ടില്ല. മൂന്നാം ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ലെങ്ത് അല്പം പിന്നിലാക്കി പന്ത് പുറത്തേക്ക് തിരിച്ചുവിട്ട മുകേഷ് കുമാറിന്റെ തന്ത്രത്തിൽ സായ് സുദർശൻ വീണു. കട്ട് ചെയ്യാനുള്ള ശ്രമത്തിൽ പന്ത് ബാറ്റിൽ തട്ടി നേരിട്ട് സ്റ്റംപിലേക്ക്. ക്ലീൻ ബോൾഡ്. സുദർശൻ പുറത്തായതോടെ സ്റ്റേഡിയം ഡൽഹി മന്ത്രങ്ങളാൽ മുഖരിതമായി. പക്ഷേ അടുത്തതായി ക്രീസിലെത്തിയത് ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ സ്ഫോടനാത്മക ബാറ്റ്സ്മാൻ ജോസ് ബട്ട്ലറായിരുന്നു. വന്നയുടനെ അദ്ദേഹം തന്റെ വിശ്വരൂപം പുറത്തെടുത്തു. മുകേഷ് കുമാറിന്റെ വേഗത കുറഞ്ഞ പന്തിന്റെ ലെങ്ത് മുൻകൂട്ടി മനസ്സിലാക്കിയ ബാറ്റ്ലർ ലോങ് ഓണിന് മുകളിലൂടെ പടുകൂറ്റൻ സിക്സർ പറത്തിക്കൊണ്ട് അക്കൗണ്ട് തുടങ്ങി. നാലാം ഓവറിൽ റണ്ണൊഴുക്ക് തടയാൻ നായകൻ അക്ഷർ പട്ടേൽ സ്വയം പന്തെറിയാനെത്തി. എന്നാൽ ബട്ട്ലറിന്റെ മനസ്സിലിരിപ്പ് മറ്റൊന്നായിരുന്നു. ആദ്യ പന്തിൽ തന്നെ റൂം കണ്ടെത്തി എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഇൻസൈഡ് ഔട്ട് ബൗണ്ടറി. തൊട്ടടുത്ത പന്തിൽ മുട്ടുകുത്തി ലോങ് ഓൺ സ്റ്റാൻസിന്റെ രണ്ടാം നിരയിലേക്ക് പടുകൂറ്റൻ സിക്സർ. മത്സരത്തിന്റെ യഥാർത്ഥ രൗദ്രഭാവം 5-ാം ഓവറിലാണ് കണ്ടത്. മുകേഷ് കുമാർ വീണ്ടും എത്തിയപ്പോൾ ഡൽഹിയുടെ ബൌളിംഗ് നിരയെ ബട്ട്ലർ അക്ഷരാർത്ഥത്തിൽ പിച്ചിച്ചീറി. ആദ്യ പന്തിൽ തന്നെ ഫൈൻ ലെഗിന് മുകളിലൂടെ അവിശ്വസനീയമായ ലാപ്പ് ഷോട്ട്. അടുത്ത പന്തിൽ തന്റെ സർവ്വശക്തിയുമെടുത്ത് 96 മീറ്റർ നീളമുള്ള ഒരു പടുകൂറ്റൻ സിക്സർ സ്റ്റേഡിയത്തിന്റെ ഏറ്റവും മുകളിലത്തെ മേൽക്കൂരയിൽ അദ്ദേഹം പതിപ്പിച്ചു. ആ ഓവറിലെ അവസാന പന്തിൽ എക്സ്ട്രാ കവറിന് മുകളിലൂടെ മറ്റൊരു അതിശക്തമായ പ്രഹരം കൂടിയായപ്പോൾ വെറും 5 ഓവറിൽ ഗുജറാത്തിന്റെ സ്കോർ 1-59 എന്ന വമ്പൻ നിലയിലെത്തി. റൺമല ഉയരുന്നത് കണ്ട് അക്ഷർ പട്ടേൽ തന്റെ തന്ത്രങ്ങൾ മാറ്റി. 6-ാം ഓവറിൽ കൃത്യതയാർന്ന ലെങ്തിലൂടെ ലുങ്കി എൻഗിഡി തിരിച്ചുവരാൻ ശ്രമിച്ചെങ്കിലും ഒരു സ്ലോ ഫുൾ ടോസ് പന്തിനെ മിഡ് വിക്കറ്റിലേക്ക് വളരെ വിദഗ്ധമായി തിരിച്ചുവിട്ട് ബട്ട്ലർ വീണ്ടും ബൗണ്ടറി നേടി. 7-ാം ഓവറിൽ അക്ഷർ പട്ടേലിന്റെ പന്തിൽ സിംഗിൾ എടുത്തുകൊണ്ട് വെറും 26 പന്തുകളിൽ ബട്ട്ലർ തന്റെ സ്ഫോടനാത്മക അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. മറുവശത്ത് ശുഭ്മാൻ ഗില്ലും എക്സ്ട്രാ കവറിന് മുകളിലൂടെ മനോഹരമായ ഇൻസൈഡ് ഔട്ട് ഷോട്ടുകളിലൂടെ കാണികളെ മനം മയക്കി. മത്സരം ഡൽഹിയുടെ കൈവിട്ടുപോകുമെന്ന് തോന്നിയ നിമിഷത്തിലാണ് അക്ഷർ പട്ടേൽ തന്റെ മാജിക് സ്ട്രോക്ക് പുറത്തെടുത്തത്. മാന്ത്രിക സ്പിന്നർ കുൽദീപ് യാദവിനെ പന്തേൽപ്പിച്ച. 8-ാം ഓവറിൽ കുൽദീപ് തന്റെ മാന്ത്രികത കാട്ടി. പന്തിന്റെ വേഗത കുറച്ച് ബട്ട്ലറെ വലിയ ഷോട്ടിന് പ്രേരിപ്പിച്ചു. ആ വലയിൽ വീണ ബട്ട്ലർ പന്ത് വലിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും കുൽദീപിന്റെ സ്പിന്നിൽ വഞ്ചിതനായി മിഡിൽ സ്റ്റംപ് പിഴുതോറിയപ്പെട്ടു. ആ വിക്കറ്റ് ഡൽഹി ആരാധകർ മത്സരം ജയിച്ചതുപോലെയാണ് ആഘോഷിച്ചത്. തുടർന്ന് എല്ലാവരെയും ഷടിപ്പിച്ചുകൊണ്ട് ഗുജറാത്ത് വാഷിംഗ്ടൺ സുന്ദറിനെ ബാറ്റിംഗ് ഓർഡറിൽ മുന്നോട്ടയച്ചു. വന്നയുടനെ കുൽദീപിന്റെ പന്തിൽ അതിശക്തമായ ഒരു സ്ട്രെയിറ്റ് ഡ്രൈവിലൂടെ ബൗണ്ടറി നേടി സുന്ദർ തന്റെ വരവറിയിച്ചു. 10-ാം ഓവറിൽ കുൽദീപിനെതിരെ മുട്ടുകുത്തി ബാക്ക്വേർഡ് സ്ക്വയർ ലെഗ് സ്റ്റാൻസിന്റെ അവസാന നിരയിലേക്ക് ഒരു സ്ലോഗ് സ്വീപ്പ് സിക്സർ പറത്തി ഗിൽ. 11-ാം ഓവറിൽ യോർക്കർ രാജാവ് ടി നടരാജൻ റൺസ് നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും സുന്ദർ ഒരു ഫ്ലിക്ക് ഷോട്ടിലൂടെ സ്കോർ ബോർഡ് ചലിപ്പിച്ചു. മത്സരത്തിലെ ഏറ്റവും വിനാശകരമായ നിമിഷം 12-ാം ഓവറിലായിരുന്നു. യുവ സ്പിന്നർ വിപ്രാജ് നിഗമിന് ആ ഓവർ ഒരു ദുസ്വപ്നമായി മാറി. ആദ്യ പന്തിൽ തന്നെ സുന്ദറിന്റെ പവർഫുൾ പുൾ ഷോട്ട് ബൗണ്ടറി കടന്നു. സമ്മർദ്ദത്തിലായ വിപ്രാജ് അടുത്ത പന്ത് നോ ബോർഡ് എറിഞ്ഞു. അതും സുന്ദർ അതിർത്തി കടത്തി. തുടർന്ന് ലഭിച്ച ഫ്രീ ഹിറ്റിൽ യാതൊരു ദയയുമില്ലാതെ തന്റെ ശാരീരിക ക്ഷമത മുഴുവൻ ഉപയോഗിച്ച് 98 മീറ്റർ ദൂരമുള്ള അതിഭീമാകാരമായ സിക്സർ ഡീപ് മിഡ് വിക്കറ്റ് സ്റ്റാൻസിലേക്ക് സുന്ദർ പറത്തി. അവസാന പന്തിൽ ഗില്ലും സൈഡ് സ്ക്രീനിന് മുകളിലൂടെ ഒരു റോക്കറ്റ് സിക്സർ കൂടി നേടിയതോടെ 12 ഓവറിൽ ഗുജറാത്തിന്റെ സ്കോർ 2-133 എന്ന പടുകൂറ്റൻ നിലയിലെത്തി.
ഗിൽ 36 റൺസുമായും സുന്ദർ വെറും 13 പന്തിൽ 52 റൺസുമായും ക്രീസിൽ നിന്നു. കറന്റ് റൺ റേറ്റ് 11.08 ആയി ഉയർന്നു. 13-ാം ഓവറിൽ വീണ്ടും കുൽദീപ് യാദവ്. സെറ്റായ നായകൻ ഗിൽ ആദ്യ പന്തിൽ തന്നെ ഡീപ് മിഡ് വിക്കറ്റിലേക്ക് മറ്റൊരു സ്ലോഗ് സ്വീപ്പ് സിക്സർ കൂടി നേടി നായകതുല്യമാക്കി. അടുത്ത പന്തിൽ ഡേവിഡ് മില്ലർ ഒരു അത്ഭുതകരമായ ഡൈവിലൂടെ ക്യാച്ച് എടുക്കാൻ ശ്രമിച്ചെങ്കിലും പന്ത് ഏതാനും ഇഞ്ചുകൾ വ്യത്യാസത്തിൽ താഴെ വീണു. 15-ാം ഓവറിൽ എങ്കിഡിയുടെ തന്ത്രപരമായ സ്ലോവർ പന്തിനെ വളരെ കൃത്യമായി മനസ്സിലാക്കി ഒരു സ്വീപ്പ് ഷോട്ടിലൂടെ ബൗണ്ടറി നേടി ശുഭ്മാൻ ഗിൽ തന്റെ നായകതുല്യ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. ഗാലറിയും ഡഗ്ഔട്ടും എഴുന്നേറ്റ് നിന്ന് ആ നേട്ടത്തെ കൈയടിച്ചു പ്രശംസിച്ചു. ഇതേ ഓവറിൽ അമ്പയർ വൈഡ് വിളിച്ച ഒരു പന്തിൽ ഡൽഹി റിവ്യൂ നൽകുകയും റീപ്ലേയിൽ പന്ത് ബാറ്റിനടുത്താണെന്ന് തെളിഞ്ഞതിനാൽ തീരുമാനം മാറ്റി ഒരു ഡോട്ട് ബോൾ ലഭിക്കുകയും ചെയ്തത് മത്സരത്തിലെ മറ്റൊരു നാടകീയ മുഹൂർത്തമായി മാറി. 16-ാം ഓവറിൽ നടരാജന്റെ സ്ലോവർ ബൗൺസറിനെ അതിശക്തമായ പുൾ ഷോട്ടിലൂടെ ഗിൽ അതിർത്തി കടത്തി. എന്നാൽ യഥാർത്ഥ വെടിക്കെട്ട് നടന്നത് 17-ാം ഓവറിലാണ്. കുൽദീപിന്റെ ആദ്യ പന്തിൽ തന്നെ ഗിൽ ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിനു മുകളിലൂടെ ഒരു തകർപ്പൻ ബൗണ്ടറി നേടി തുടങ്ങി. കുൽദീപ് വേഗത 81.4 km/h ആയി കുറച്ചെങ്കിലും അതും മനസ്സിലാക്കിയ ഗിൽ സൈഡ് സ്ക്രീനിനു മുകളിലൂടെ തന്റെ ഐതിഹാസിക സിക്സർ പറത്തി സ്റ്റേഡിയത്തെ ഗിൽ ഗിൽ മന്ത്രങ്ങളാൽ നിറച്ചു. പക്ഷേ ക്രിക്കറ്റ് അനിശ്ചിതത്വങ്ങളുടെ കളിയാണ്. 18-ാം ഓവറിൽ എങ്കിഡിയുടെ മന്ദഗതിയിലുള്ള ഓഫ് കട്ടർ വായിക്കുന്നതിൽ ഗില്ലിന് ചെറിയ പിഴവ് സംഭവിച്ചു. വായുവിൽ ഉയർന്ന പന്ത് എക്സ്ട്രാ കവറിൽ നിതീഷ് റാണ യാതൊരു അബദ്ധവും കൂടാതെ കൈപ്പിടിയിലൊതുക്കിയതോടെ 45 പന്തിൽ 47 റൺസ് എന്ന ഗില്ലിന്റെ ആ മഹത്തായ ഇന്നിംഗ്സിന് തിരശ്ശീല വീണു. ഗില്ലിന് ശേഷം അപകടകാരിയായ കിവീസ് ഗില്ലൻ ഗ്ലെൻ ഫിലിപ്സ് ക്രീസിലെത്തി. എന്നാൽ അന്ന് തന്റെ IPL കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സ് കളിക്കുകയായിരുന്ന വാഷിംഗ്ടൺ സുന്ദറിലായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ. 19-ാം ഓവറിൽ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റായ ടി നടരാജനെതിരെ അതിഭീമാകാരമായ ഒരു ഷോട്ട് കളിച്ചുകൊണ്ട് സുന്ദർ തന്റെ കരിയറിലെ ആദ്യ IPL സെഞ്ചുറി പൂർത്തിയാക്കി ചരിത്രം കുറിച്ചു. അവസാന പന്തിൽ ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു റോക്കറ്റ് ബൗണ്ടറി കൂടി പായിച്ച് അദ്ദേഹം തന്റെ കരുത്ത് തെളിയിച്ചു. മുകേഷ് കുമാർ എറിഞ്ഞ അവസാന ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ഗ്ലെൻ ഫിലിപ്സ് തന്റെ ബാഹുബലി കരുത്തുകാട്ടി ഡീപ് മിഡ് വിക്കറ്റിനു മുകളിലൂടെ 92 മീറ്റർ നീളമുള്ള പടുകൂറ്റൻ സിക്സർ സ്റ്റാൻഡ്സിലേക്ക് അടിച്ചുകയറ്റി. 3-ാം പന്തിൽ വീണ്ടും ഒരു വലിയ ഷോട്ടിന് ശ്രമിക്കവേ 32 പന്തിൽ 55 റൺസ് എന്ന വിലപ്പെട്ട ഇന്നിംഗ്സ് കാഴ്ചവെച്ച വാഷിംഗ്ടൺ സുന്ദർ നിതീഷ് റാണയ്ക്ക് ക്യാച്ച് നൽകി മടങ്ങി. എങ്കിലും ഇന്നിംഗ്സിന്റെ അവസാന പന്തിൽ ഫിലിപ്സ് മറ്റൊരു തകർപ്പൻ ബൗണ്ടറി കൂടി നേടിയതോടെ നിശ്ചിത 20 ഓവറിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ സ്കോർ 4-210 എന്ന പടുകൂറ്റൻ ഹിമാലയൻ ലക്ഷ്യത്തിൽ അവസാനിച്ചു. ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റുകളായ മുകേഷ് കുമാറും നടരാജനും ഈ ബാറ്റിംഗ് കൊടുങ്കാറ്റിനു മുന്നിൽ പൂർണ്ണമായും നിസ്സഹായരാകുന്ന കാഴ്ചയാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം കണ്ടത്. ഓരോ പന്തും അതിർത്തി കടക്കുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ ഡൽഹി ഫീൽഡർമാർക്ക് കഴിഞ്ഞുള്ളൂ. ഇന്നിംഗ്സിന്റെ രണ്ടാം പകുതിയിൽ 11-ൽ കൂടുതൽ റൺ റേറ്റ് കാത്തുസൂക്ഷിച്ച ഗുജറാത്ത് ഡൽഹി ക്യാപിറ്റൽസിനു മുന്നിൽ 211 റൺസിന്റെ അഗ്നിപരീക്ഷയാണ് ഉയർത്തിയത്. എന്നാൽ ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ 211 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം പിന്തുടരാൻ ഡൽഹി ക്യാപിറ്റൽസ് കളത്തിലിറങ്ങിയപ്പോൾ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ അന്തരീക്ഷം അക്ഷരാർത്ഥത്തിൽ വൈദ്യുതീകരിക്കപ്പെട്ടിരുന്നു. ഡൽഹിയുടെ ചെറിയ ബൗണ്ടറികളിൽ ഈ സ്കോർ അപ്രാപ്യമല്ലെന്ന വിശ്വാസത്തോടെയാണ് ഓപ്പണർമാരായ KL രാഹുലും പതും നിസംഗയും ക്രീസിലെത്തിയത്. ഗുജറാത്തിന്റെ പേസ് ആക്രമണം മുഹമ്മദ് സിറാജിലൂടെ ആരംഭിച്ചപ്പോൾ തന്നെ ഡൽഹി തങ്ങളുടെ നയം വ്യക്തമാക്കി. ആദ്യ ഓവറിലെ 3-ാമത്തെ പന്തിലും പിന്നീട് അവസാന പന്തിലും അതിമനോഹരമായ ഡ്രൈവുകളിലൂടെ സിറാജിനെ അതിർത്തി കടത്തി. ലോകോത്തര പേസർമാരായ കഗിസോ റബാഡയെയും മുഹമ്മദ് സിറാജിനെയും ഒട്ടും ഭയമില്ലാതെയാണ് രാഹുലും നിസംഗയും നേരിട്ടത്. 2-ാം ഓവറിൽ റബാഡയുടെ പന്തിൽ രാഹുൽ മിഡോണിന് മുകളിലൂടെ പായിച്ച എക്സ്ട്രാ കവർ ഡ്രൈവ് അദ്ദേഹത്തിന്റെ ക്ലാസ് വിളിച്ചോതുന്നതായിരുന്നു. 3-ാം ഓവറിൽ റബാഡയുടെ ഒരു ലെഗ് സ്റ്റംപ് ഹാഫ് വോളി അനായാസം ഫ്ലിക്ക് ചെയ്ത് രാഹുൽ ഡീപ് ഫൈൻ ലെഗിലൂടെ ഗാലറിയിലെത്തിച്ച സിക്സർ കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. മത്സരത്തിന്റെ 6-ാം ഓവറിൽ അശോക് ശർമ്മ പന്തെറിയാനെത്തിയപ്പോൾ നിസംഗ അക്ഷരാർത്ഥത്തിൽ സംഹാരതാണ്ഡവമാടുകയായിരുന്നു. ആ ഓവറിൽ തുടർച്ചയായ ബൗണ്ടറികൾ പിറന്നു. 147.6 km/h വേഗതയിൽ വന്ന ഒരു പന്തിനെ തന്റെ ക്രീസിൽ ഉറച്ചു നിന്നുകൊണ്ട് നിസംഗ മിബോഫിന് മുകളിലൂടെ പറത്തിയ സിക്സർ ഗുജറാത്ത് ക്യാമ്പിൽ ഭയം വിതച്ചു. എന്നാൽ മത്സരത്തിന്റെ 9-ാം ഓവറിൽ ഗുജറാത്ത് നായകൻ പന്ത് പ്രസിദ്ധ് കൃഷ്ണയെ ഏൽപ്പിച്ചതോടെ കളിയിലെ ആദ്യ വഴിത്തിരിവുണ്ടായി. 24 പന്തിൽ 4 ഫോറും 1 സിക്സറും അടക്കം 41 റൺസ് എടുത്ത് അപകടകാരിയായി മാറിക്കൊണ്ടിരുന്ന നിസംഗയെ പ്രസിദ്ധ് കൃഷ്ണയുടെ ഒരു എക്സ്ട്രാ ബൗൺസ് ചതിച്ചു. പന്ത് ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി ഉയർന്നു പൊങ്ങിയപ്പോൾ മിഡ് ഓഫിൽ നിന്നിരുന്ന രാഹുൽ തെവാട്ടിയ അത് സുരക്ഷിതമായി കൈപ്പിടിയിലൊതുക്കി. ഡൽഹിയുടെ ആദ്യ വിക്കറ്റ് വീണു. പങ്കാളി നഷ്ടപ്പെട്ടെങ്കിലും KL രാഹുൽ തന്റെ ആക്രമണം അവസാനിപ്പിച്ചില്ല. 9-ാം ഓവറിൽ പ്രസിദ്ധ് കൃഷ്ണയെ അതിദാരുണമായി രാഹുൽ പ്രഹരിച്ചു.
ഒരു ബൗണ്ടറിയും തുടർച്ചയായ 2 ഗംഭീര സിക്സറുകളും പറത്തിക്കൊണ്ട് വെറും 29 പന്തിൽ രാഹുൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. ഡൽഹി വീണ്ടും മത്സരത്തിലേക്ക് കുതിക്കുന്നുവെന്ന് തോന്നിച്ച 10ാം ഓവറിലാണ് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാളായ റാഷിദ് ഖാൻ മാന്ത്രികതയുമായി എത്തിയത്. ആദ്യ പന്തുകളിൽ നിതീഷ് റാണ ഒരു ബൗണ്ടറി നേടിയെങ്കിലും റാഷിദിന്റെ ഗൂഗ്ലി മനസ്സിലാക്കുന്നതിൽ റാണ പരാജയപ്പെട്ടു. വായുവിൽ ഉയർന്ന പന്തിനെ ഡീപ്പിൽ നിന്നും ഓടിയെത്തി ഒരു തകർപ്പൻ ഡൈവിംഗിലൂടെ സായ് സുദർശൻ കൈയിലൊതുക്കിയപ്പോൾ റാണ പുറത്തായി. തുടർന്ന് ക്രീസിലെത്തിയത് ഇംപാക്ട് സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന യുവതാരം സമീർ റിസ്വി. ആദ്യ 2 മത്സരങ്ങളിൽ തുടർച്ചയായി അർദ്ധ സെഞ്ചുറികൾ നേടിയ റിസ്വിക്ക് റാഷിദ് ഖാൻ കരുതിവെച്ചത് ഒരു സർപ്രൈസ് ആയിരുന്നു. നേരിട്ട ആദ്യ പന്തിൽ തന്നെ റാഷിദിന്റെ റോങ് റൺ റിസ്വിയുടെ ബാറ്റും പാഡും തമ്മിലുള്ള വിടവിലൂടെ നുഴഞ്ഞുകയറി സ്റ്റമ്പുകൾ ഇളക്കിമറിച്ചു. ക്ലീൻ ബോൾഡ്. ഗോൾഡൻ ഡക്കിനോടെ റിസ്വി മടങ്ങിയപ്പോൾ റാഷിദ് ഖാൻ ഹാട്രിക്കിന്റെ വക്കിലെത്തി. മറുവശത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും രാഹുൽ പൊരുതുകയായിരുന്നു. വാഷിംഗ്ടൺ സുന്ദരനെതിരെ ക്രീസിൽ നിന്ന് പുറത്തിറങ്ങി രാഹുൽ പറത്തിയ സിക്സർ ഡൽഹിക്ക് നേരിയ പ്രതീക്ഷകൾ നൽകി. 13ാം ഓവറിൽ ഡേവിഡ് മില്ലർ പ്രസിദ്ധ് കൃഷ്ണയുടെ 140.1 km/h വേഗതയിലുള്ള ഒരു പന്തിനെ ഒരു മികച്ച പുൾ ഷോട്ടിലൂടെ അതിർത്തി കടത്തിയെങ്കിലും ആ ഷോട്ടിനിടയിൽ അദ്ദേഹത്തിന്റെ കൈവിരലിന് ഗുരുതരമായി പരിക്കേറ്റത് ഡൽഹിക്ക് മനസ്സായി വലിയൊരു ആഘാതമാണ് നൽകിയത്. 10 പന്തിൽ 12 റൺസ് എടുത്തു നിന്ന മില്ലർ റിട്ടയർഡ് ഹേർട്ടായി വേദനയോടെ കളം വിട്ടത് ഡൽഹിയെ മാനസികമായി വലിയൊരു ആഘാതം നൽകി. തൊട്ടു പിന്നാലെ 15ാം ഓവറിൽ വീണ്ടും റാഷിദ് ഖാൻ ഡൽഹിയുടെ നെഞ്ചകം പിളർന്നു. ഡൽഹി നായകൻ അക്ഷർ പട്ടേൽ വലിയൊരു ഷോട്ടിന് ശ്രമിച്ച് പന്ത് വായുവിൽ ഉയർത്തിയപ്പോൾ എക്സ്ട്രാ കവറിൽ ഗ്ലെൻ ഫിലിപ്സ് തന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്യാച്ചുകളിൽ ഒന്ന് സ്വന്തമാക്കി. ഓടിയെത്തി പൂർണ്ണമായി വായുവിൽ ഡൈവ് ചെയ്ത് 2 കൈകൾ കൊണ്ടും അദ്ദേഹം ആ പന്ത് റാഞ്ചിയെടുത്തു. അക്ഷർ പട്ടേൽ നിരാശയോടെ മടങ്ങി. 16ാം ഓവർ അവസാനിക്കുമ്പോൾ ഡൽഹി 4-158 എന്ന നിലയിലായിരുന്നു. എന്നാൽ പിന്നീട് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ഡൽഹി ക്യാപിറ്റൽസിന്റെ ചീട്ടുകൊട്ടാരം പോലെയുള്ള തകർച്ചയ്ക്കാണ്. കുതിച്ചുയരുന്ന റിക്വയർഡ് റൺ റേറ്റ്, ഭീമാകാരമായ സമ്മർദ്ദം ഡൽഹിയുടെ ബാക്കി വന്ന ബാറ്റർമാരുടെ സമനില തെറ്റിച്ചു. ഒരു വശത്ത് രാഹുൽ ഒറ്റയാൾ പോരാട്ടം നടത്തിയെങ്കിലും അദ്ദേഹത്തിന് അർഹമായ ഒരു പിന്തുണ നൽകാൻ ഡൽഹിയുടെ വാലറ്റത്തിന് കഴിഞ്ഞില്ല. മില്ലറുടെ അഭാവവും ക്യാപ്റ്റൻ അക്ഷർ പട്ടേലിന്റെ വേഗത്തിലുള്ള പുറത്താകലും സൃഷ്ടിച്ച ശൂന്യത ഡൽഹി ബാറ്റിംഗ് നിരയെ പൂർണ്ണമായും തളർത്തി. ഡെത്ത് ഓവറുകളിൽ ഗുജറാത്ത് ടൈറ്റൻസ് ബോളർമാർ തങ്ങളുടെ ലോകോത്തര നിലവാരം പുറത്തെടുത്തു. റൺസ് വിട്ടുകൊടുക്കാതെ അവർ ഡൽഹിയുടെ കഴുത്തിൽ കുരുക്ക് മുറുക്കിയപ്പോൾ വലിയ ഷോട്ടുകൾക്ക് ശ്രമിച്ച ഡൽഹി ബാറ്റർമാർ ഓരോരുത്തരായി ഗുജറാത്ത് ഫീൽഡർമാരുടെ കൈകളിൽ അവസാനിച്ചു. രാഹുലിന്റെ വീരോചിതമായ പോരാട്ടത്തിന് ഈ റൺമല ഒറ്റയ്ക്ക് മറികടക്കാനുള്ള ശേഷിയുണ്ടായിരുന്നില്ല. അവസാനം ബാക്കി വന്ന ബാറ്റർമാർ റൺസ് കണ്ടെത്താൻ പാടുപെട്ട് ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ 211 എന്ന ആ ഹിമാലയൻ ലക്ഷ്യത്തിന് വളരെ അകലെ ഡൽഹി ക്യാപിറ്റൽസ് അവരുടെ പോരാട്ടം അവസാനിപ്പിച്ചു. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ ആയിരക്കണക്കിന് ഡൽഹി ആരാധകരെ നിശബ്ദരാക്കിക്കൊണ്ട് അവിശ്വസനീയമായ പോരാട്ടവീര്യം പുറത്തെടുത്ത ഗുജറാത്ത് ടൈറ്റൻസ് ഈ ഹൈ വോൾട്ടേജ് പോരാട്ടത്തിൽ ആവേശകരമായ വിജയം സ്വന്തമാക്കി. എന്തായാലും സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റുകളുടെ വെളിച്ചത്തിൽ ഗുജറാത്തിന്റെ ആ വിജയ ആഘോഷം ഒരു ചരിത്ര മുഹൂർത്തമായി മാറി. ഗാലറികളിൽ നിന്ന് ഡൽഹി ആരാധകർ മ്ലാനവധനരായി മടങ്ങുമ്പോഴും ക്രിക്കറ്റ് എന്ന മഹത്തായ വികാരത്തെ അവർ ഉള്ളുരുകി അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർ സാക്ഷ്യം വഹിച്ചത് വെറുമൊരു T20 മത്സരത്തിനല്ല, മറിച്ചൊരു ഹോളിവുഡ് ത്രില്ലറിന് വെല്ലുന്ന സ്പോർട്സ് ഡ്രാമയ്ക്കാണ്. വാഷിംഗ്ടൺ സുന്ദറിന്റെ അപ്രതീക്ഷിതവും അതിമാനുഷികവുമായ വെളിക്കെട്ട്, ശുഭ്മൻ ഗില്ലിന്റെ നായകതുല്യമായ ഇന്നിംഗ്സ്, മറുപടി ബാറ്റിംഗിൽ KL രാഹുൽ നടത്തിയ ചോരത്തിളപ്പുള്ള ഏകാന്ത പോരാട്ടം, ഒടുവിൽ കളി ഒറ്റയ്ക്ക് തിരിച്ചുവെച്ച റാഷിദ് ഖാന്റെ ആ മാന്ത്രിക സ്പിൻ വലയം, ഇവയെല്ലാം ചേർന്നപ്പോൾ ഈ മത്സരം IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുവർണമായ ഏടുകളിൽ ഒന്നായി മാറി. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.